നമസ്കാരം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പുട്ടുണ്ടാക്കിയാലോ? ഇനി പുട്ടുണ്ടാക്കാൻ അരിക്കണ്ട, വറുക്കണ്ട, നനയ്ക്കണ്ട. നമ്മുടെ വീട്ടിലെ ചോറ് വെക്കുന്ന അരി കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിയോട് കൂടിയിട്ടുള്ള പുട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് പുട്ടുപൊടി തീർന്നു പോയാലൊന്നും പേടിക്കേ വേണ്ട. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ 2 കപ്പ് ചോറുണ്ടാക്കുന്ന അരിയാണ് എടുക്കുന്നത്. ഇത് വയനാടൻ തൊണ്ടി അരിയാണ് കേട്ടോ. ഈ അരി വെച്ചാണ് നമ്മൾ നാളത്തേക്ക് പുട്ടുണ്ടാക്കുന്നത്. അരി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് അരി മുഴുവൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെച്ച് അടച്ചു വെക്കണം. ഇത് പിറ്റേ ദിവസം രാവിലെയായേ അരിയെല്ലാം നല്ലപോലെ വെള്ളത്തിൽ കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളം വാലാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കാം. ഒരു സ്ട്രെയിനറിലോട്ട് അരി മാറ്റി വെള്ളമെല്ലാം ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അരി ഒരുപാട് ഡ്രൈ ആയി പോകരുത് കേട്ടോ. ഒരു ചെറിയൊരു നനവോട് കൂടി തന്നെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇനി ഒന്ന് ഡ്രൈ ആയി പോയാലും സാരമൊന്നുമില്ല. നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കണമെന്ന് മാത്രം. ഇനി ഈ അരി പുട്ടുപൊടിയുടെ പാകത്തിന് ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കണം. അങ്ങനെ അരിയെല്ലാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടി പാകമായെന്നറിയാൻ ഇതുപോലെ ഒരു പിടി പിടിച്ചാൽ പൊടിക്ക് ആ ഒരു പിടുത്തം കിട്ടിയാൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അരി ചെറിയ നനവോടുകൂടി പൊടിച്ചെടുത്തത് കൊണ്ട് ഇനി നമുക്ക് വെള്ളം തളിച്ച് പുട്ടുപൊടി നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മുടെ പുട്ടിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പൊടിയിലോട്ട് ഞാൻ ഒരു കൈപ്പിടി തേങ്ങ കൂടി ചേർക്കുന്നുണ്ടേ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടുപൊടി റെഡിയായി. സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ? ഇനി പുട്ടുണ്ടാക്കാൻ ആവശ്യമായ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലാട്ടോ പുട്ട് വെക്കുന്നത്. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി നിറച്ചു കൊടുക്കണം. ഈ പൊടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവസാനമായിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി നേരെ വേവിച്ചെടുക്കണം. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ടേ. ഇനി ഇതിലോട്ട് നമ്മുടെ പുട്ടിൻ്റെ പാത്രം വെച്ച് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല ആവി വിറക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്. നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചുണ്ടാക്കിയ പുട്ടാണെന്ന് പറയുമോ? കണ്ട, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ അരി പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പൊടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരി ഒരുപാട് ഡ്രൈയും ആവരുത്, ഒരുപാട് വെള്ളവും ഉണ്ടാവരുത്. ഈ രീതിയിൽ തലേന്നേ തന്നെ നമ്മുടെ അരി കുതിർത്ത് നല്ലപോലെ പൊടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഈ സ്പെഷ്യൽ പുട്ടിൻ്റെ കൂടെ ഇന്ന് കറി കടലക്കറിയാണേ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഗ്രേവിയോട് കൂടി കുറുകിയ കടലക്കറിയും പുട്ടും. എന്നാ കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ ഇന്നത്തെ പുട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ രീതിയിൽ നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുന്ന ഏതരി വേണമെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. അവിടെ ഇതുപോലെ അരി വെച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? പറയണേ. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.